കർക്കിടക മാസത്തിന്റെ ആധ്യാത്മിക പുണ്യം പകർന്നു നൽകുന്നതാണ് രാമായണ പാരായണം. രാമ 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 രാമ. ദുരിതങ്ങൾ നിറഞ്ഞ പഞ്ഞമാസമായ കർക്കിടകത്തെ വിശ്വാസത്തിലൂന്നിയ ധാർമ്മിക മൂല്യങ്ങളിലൂടെ മറികടക്കുക എന്നതാണ് ഹൈന്ദവർ രാമായണ പാരായണത്തിലൂടെ വിശ്വസിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ കർക്കിടകമായാൽ ചിട്ടതെറ്റാതെ രാമായണ പാരായണം വ്രതശുദ്ധിയോടെ ശീലിച്ചു വരികയാണ് ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നഭീഡേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധ ദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം. മനസ്സും ശരീരവും അതിലൂടെ സ്വഭവനങ്ങൾ പോലും രാമായണ പാരായണത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നതാണ് വിശ്വാസം. ധർമ്മ സംരക്ഷണം എപ്രകാരമാകുന്നുവെന്ന മഹത് സന്ദേശമാണ് രാമായണം നൽകുന്നത്. രാമകഥയിലൂടെ ആ ധാർമ്മിക മൂല്യങ്ങളും അവബോധവും സമൂഹത്തിന് പകർന്നു നൽകുക എന്ന വലിയ സന്ദേശവും രാമായണ പാരായണം മുന്നോട്ട് വയ്ക്കുന്നു. അതിനാൽ രാമകഥ കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ഒരുപോലെ പുണ്യമാണെന്നും വിശ്വസിച്ചു പോരുന്നു. കർക്കിടക മാസപ്പിറവിയിൽ തുടങ്ങുന്ന രാമായണ പാരായണം മാസാവസാനത്തോടെ പൂർത്തിയാക്കണം. ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന മനസ്സുമായി കള്ളക്കർക്കിടകം കഴിഞ്ഞെത്തുന്ന സമൃദ്ധിയുടെ ചിങ്ങമാസത്തെ വരവേൽക്കാനുള്ള മുന്നൊരുക്കം കൂടിയായി മാറുകയാണ് മലയാളികൾക്ക് രാമായണ പാരായണം. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ.